വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ അയർലൻഡിലെ കൊട്ടാരം. അപ്പൊ ഇത് എനിക്ക് ഒരു കൊട്ടാരമാണ്. സോ എന്റെ വീട് ഞാൻ കാണിച്ചത് 3 BHK ആണ്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറാം. കമാ നമ്മളിങ്ങനെ വന്നിട്ട് നമ്മൾ ആദ്യം ഇത് അടയ്ക്കണം. നമ്മൾ എപ്പോഴും വാതില് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ജാക്കറ്റ്സ് കാര്യങ്ങളെല്ലാം തൂക്കിയിടാൻ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഷൂസ് കാര്യങ്ങളെല്ലാം ഇടാനുണ്ട്. ഇതൊരു ശബരിമലയാണ്, കുഞ്ഞു ശബരിമലയാണ്. കാരണം ഇവിടെ അവിടെ വരെ കയറി പോകണം. എനിക്ക് എൻ്റെ റൂമിൽ പോകണമെങ്കിൽ ഫസ്റ്റ് ഞാൻ റൂം കാണിച്ചു തരാം. പിന്നെ ഇവിടെ കുറെ ക്യൂട്ട് സാധനങ്ങളുണ്ട്. വെൽക്കം ടു അവർ ഹോം. നമ്മള് മേലേക്ക് കയറണം. ഇവിടെ ഒരു വേങ്ങുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലതാണോ എന്നൊക്കെ ഇരിക്കുന്ന അങ്ങനെയൊക്കെ നോക്കാൻ പറ്റിയൊരു ഇതാണ്. ഇനി ഇതാണ് എൻ്റെ വാഷ്റൂം. ഞാനും എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്ന വാഷ്റൂം, വേറെ ആരും യൂസ് ചെയ്യാറില്ല. ഇതാണ് എൻ്റെ വാഷ്റൂം. കുറച്ച് ഡ്രസ്സൊക്കെ ആണെന്നാലും കുഴപ്പമില്ല, നല്ല വാഷ്റൂമാണ്. ഇവിടെ ഒരു ഇതുപോലൊരു ബിഗ് മിറർ ഇവിടെയുണ്ട്. ലൈറ്റ്. പിന്നെ ഇവിടെ ഒരു സൂപ്പർ സാധനമുണ്ട്, യൂറോപ്പിലൊന്നും കണ്ടുവരാത്ത ഈ സാധനം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി വലുതാണ്. ഇതിങ്ങനെ വെക്കണമെന്ന്. ഇവിടെ നമ്മൾ ഈ ഒരു സ്വിച്ച് വെച്ചിട്ട്, സ്വിച്ചല്ല, ഈ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കപ്പിന്റെ ആവശ്യമില്ല ഗൈസ്. നമുക്ക് കപ്പിന്റെ ആവശ്യമില്ല, നമുക്ക് ടിഷ്യൂവിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ടിഷ്യൂ എന്തിനാണ്? ഈ ടിഷ്യൂ ഞങ്ങൾ ഇങ്ങനെ തൂക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് പക്ഷെ എന്റെ റൂം ഞാൻ അടച്ചില്ല, അടയ്ക്കാൻ മറന്നുപോയി. ഇങ്ങനെ നമ്മൾ ഹോം ടൂറൊക്കെ ചെയ്തു. ഇതാണ് എന്റെ റൂം. ഒരു ക്യൂട്ട് സാധനമുണ്ട്. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇങ്ങനെ തുറന്നു വരുമ്പോൾ ഇതാണ് ഗൈസ് എന്റെ റൂം. ഇതെന്റെ റൂം. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഈ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിൽ മിക്കവാറും ഞാൻ ഇവിടെ ഇരുന്നിങ്ങനെ കോഫി കുടിക്കും. എനിക്കത് ഭയങ്കര റിലാക്സേഷനാണ്. രാവിലെ ഈവനിങ്ങിലും മോർണിംഗിലും ഞാൻ ഇവിടെ ഇരുന്നിങ്ങനെ കോഫി കുടിച്ച് ഇങ്ങനെ കാഴ്ചകൾ കൊണ്ട് കോഫി കുടിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഞാൻ കഴിക്കത്തൊന്നുമില്ല, പക്ഷെ ഒരു ഭംഗിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. ഈ ഒരു സാധനം ഇത് മറ്റേ ചെടികളൊക്കെ തൂക്കിടുന്ന സാധനമാണ്, പക്ഷെ ഞാൻ ഇതൊരു ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറെ കബോർഡ്, ഈ റൂമിൽ മാത്രം ഒത്തിരി കബോർഡ്സ് ഉണ്ട്. ഈ ഒരു സെക്ഷൻ ഫുള്ള് കബോർഡ്സ് ആണ്. ഈ ഒരു സെക്ഷൻ ഫുള്ള് ഇത് മൊത്തം നമ്മുടെ കബോർഡ്സാ. എനിക്ക് കബോർഡ് ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ആള് വൈക്കത്തപ്പനുണ്ട്, കൃഷ്ണനുണ്ട്, അങ്ങനെ. പിന്നെ ഞാൻ സ്കോട്ട്ലാൻഡിൽ പോയപ്പോൾ മേടിച്ച 2 സാധനങ്ങൾ. സ്കോട്ട്ലാൻഡിലെ ഇത് ലണ്ടനിൽ പോയപ്പോൾ വാങ്ങിച്ചത്. ഇനി ഇത് മൊത്തം നിറയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തെങ്കിലുമൊക്കെ പോകാൻ പറ്റും. പിന്നെ ഇത് ഇങ്ങോട്ടോ ഞാൻ കാണിക്കാം. ഇത് നമ്മുടെ പെട്ടിയൊക്കെ വെക്കുന്ന സ്റ്റോർ റൂം, അങ്ങനെയല്ല അവൻ എന്ത് പറയുന്നേ, സ്റ്റോർ റൂം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഇവിടെ എൻ്റെ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് എൻ്റെ സെക്ഷനാണ്, ഞാൻ ഇവിടുത്തെ മീനാ, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതും അതുപോലെ നമ്മുടെ ഇതൊക്കെ വലിയ ഇഷ്ടമാതിരി പെട്ടികൾ വെക്കാം. ഇവിടെ പെട്ടി, ഈ ഒരു സെക്ഷൻ ഫുള്ള് പെട്ടിയുണ്ട്. ഈ ഒരു സെക്ഷൻ ഇത് നമ്മുടെ വാട്ടർ ഹീറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു സൈൻ ബോർഡ്സ് ഉണ്ട്. ഇത് ഫുള്ള് എവിടെ എന്തൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ ഉള്ളതാണ്. നമുക്കൊന്നും അറിയില്ലല്ലോ അങ്ങനെ എന്തൊക്കെയോ വെച്ചിരിക്കുന്നത്. ലൈറ്റ് ഓഫ് ചെയ്ത്, ഇലക്ട്രിസിറ്റി ബില്ല് ഭയങ്കര കൂടുതലാണ്. ഇത് ഞങ്ങളുടെ വേറെ 2 ഫ്രണ്ട്സിന്റെ റൂംസ് ആണ്. ഫുൾ മെസ്സാണ്, പക്ഷെ കുഴപ്പമില്ല. ഇവർക്കും ഇതുപോലെ, ഇവർക്ക് കബോർഡ്സ് കുറവാണ്, പക്ഷെ ബെഡും നല്ല സ്പേസും ഉണ്ട് റൂം. ഇത് ദെൻ ഇങ്ങനെ ഒരു മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കുന്ന ക്യൂട്ട് സാധനങ്ങൾ, അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചേക്കുവാണ്. ദെൻ ഇതാണ് അവരുടെ വാഷ്റൂം. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ
ഈ സാധനമുണ്ട്. നമുക്ക് ഇവിടെ കപ്പിന്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ നിന്ന് വിളിക്കുന്നത് നമ്മുടെ അവിടെ ബഡ് ഇത് ഇങ്ങനെ നിന്ന് വിളിക്കുന്നത്. ഇത് കഴിഞ്ഞു. ഇതാണ് അവരുടെ റൂം. അതുപോലെ തന്നെ ഇവർക്കും ബിഗ് വിൻഡോസ് ഉണ്ട്. അവിടുത്തെ വ്യൂ പോലെയല്ല ഇവിടുത്തെ വ്യൂ. ഇവിടുത്തെ കുറച്ചും കൂടി കാമാണ്. അവിടെ ഫുള്ള് ബസ്സിന്റെ സൗണ്ട് അങ്ങനത്തെ സൗണ്ടൊക്കെ ഉള്ളൊരു വ്യൂ ആണ് അവിടെ. ബാധിച്ചിട്ടേക്കാം, ചോദിക്കാതെ കയറിയതാ. എന്നാലും കുഴപ്പമില്ല, അവരിവിടെ ഒക്കെ കാണുമല്ലോ, പ്രശ്നമില്ല. പിന്നെ ഇതാണ് കിഡ്സ് റൂം. ഇവിടെ 2 ചേട്ടന്മാരാണ് നിൽക്കുന്നത്. അവർക്കൊരു സ്മോൾ വിൻഡോസ് കാര്യങ്ങളാണ്. പിന്നെ അവിടെ ക്യൂട്ട് സാധനങ്ങളുണ്ട്. ഇങ്ങനെ കളിക്കുന്ന സാധനങ്ങളാ. പിന്നെ ഒരു ലൈറ്റ്സ്, പിന്നെ ഒരു പിക്ചർ. അത്യാവശ്യം വലിയ കട്ടിലൊക്കെയാ. അത്യാവശ്യം 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന വലിയ കട്ടിലൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി താഴത്തേക്കാണ് പോകുന്നത്. ഓക്കെ, ഇതാണ് ആ റൂമിലുള്ള വ്യക്തി. ക്യാമറ ഷൈ ആണ്. എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മള് ഹോളിലേക്ക് പോവാം. ഇത് ഞാൻ പറഞ്ഞില്ല, കയറി മട്ടുക്കും മനുഷ്യൻ. നമ്മളിങ്ങനെ വന്നു. ഇത് ഇവിടുത്തെ ഗസ്റ്റുകൾക്കൊക്കെ ഉള്ള വാഷ്റൂമും കാര്യങ്ങളുമാണ്. ഇവിടെ മറ്റു സാധനമില്ല കേട്ടോ. ഇവിടെ കപ്പ് തന്നെ വേണം, കപ്പും ടിഷ്യൂ ആണ്. അതുകൊണ്ട് ഇതാരും യൂസ് ചെയ്യാറില്ല. എനിക്ക് ഇവിടുത്തെ മിറർ ഭയങ്കര യൂണിക്കായിട്ടുള്ള സാധനങ്ങളാണ്. ഇവിടുത്തെ മിറർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ യൂസ് ചെയ്യുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജെന്റിൽമാനും ലേഡീസിനൊക്കെ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഭയങ്കര ക്യൂട്ടായിട്ടാട്ടെ ഇവിടുത്തെ ഓണേഴ്സ് ഈ റൂം, ഈ വീട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ബിഗ് ഹാൾ. ഓക്കെ, ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഈ കർട്ടൻ ഞാൻ മാറ്റുമ്പോൾ നമ്മളിങ്ങനെ തുറന്നു, തുറന്ന് ഈവനിങ്ങിലൊക്കെ ഇങ്ങനെ തുറന്ന് ഇവിടെ നമുക്ക് ഇങ്ങനെ നിന്ന് ആൾക്കാരെ കാണാം. കണ്ടോ? പിന്നെ ഇവിടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വർക്കൗട്ട് ചെയ്യാം. ഞാൻ ചെയ്യാറില്ല. പിന്നെ നമ്മൾ ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ പാർട്ടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. വലിയ TV ഉണ്ട്. എന്റെ ഫ്രണ്ടൊക്കെ അവിടെ ഒളിച്ചു നിൽക്കുന്നു. ഗായ്സ് അവിടെ ഒളിച്ചു നിൽക്കുന്നു. ഒളിച്ചു നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ നോക്കിയ. പിന്നെ ഇവിടെ കുറെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഹാർഡ്, ഡ്രീം ബിഗ്, അങ്ങനെ കുറെ സാധനങ്ങള്. പിന്നെ ക്യൂട്ടായിട്ട് അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. TV ഉണ്ട്. ഇത് ഞങ്ങളുടെ TV ആണ്, അല്ലാതെ ഓണർ ഒന്നുമല്ല. പിന്നെ ഇതാണ് ടേബിൾ. ഞാൻ പറഞ്ഞില്ല ബർത്ത്ഡേ പാർട്ടി ആയതാണ്. ഫുൾ മെസ്സാണ്. പിന്നെ ഒരു സൂപ്പർ സാധനം ഞാൻ കാണിച്ചില്ല. എന്റെ റൂമിലുള്ള സെയിം വ്യൂ ഇവിടെ. ഇത് വേറൊരു വ്യൂ. ഇവിടെയാണ് ഞങ്ങൾ വിളക്ക് കത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ആരാ ചവറമാൻ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോവാ. ഇവിടെയാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതല്ല. ഇവിടെ ഞാൻ ശിവനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതെന്റെ ശിവനാണ്, നമ്മുടെ ശിവൻ. ഇതാണ് കിച്ചൺ. കുറേ കബോർഡ് ഉണ്ട്. ഈ സെക്ഷൻ ഫുള്ള് എന്റെയാണ്. ബാക്കി സെക്ഷൻ എല്ലാം ഇവിടെ ഉള്ളവരാണ്. ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് വേണ്ടോ. പിന്നെ ഇത് ഓവൻ. ഇത് മറ്റേ ഗ്യാസ് ബേൺ എന്ന് പറയും, ഗ്യാസ്. പിന്നെ ഇത് ഫ്രിഡ്ജ്. എന്തായാലും കാണിക്കാൻ കൊള്ളില്ല, ഞാൻ കാണിക്കുന്നില്ല. ഇത് സ്റ്റോർ റൂമ്. ഒരു വാഷിംഗ് മെഷീൻ. ഇത്രയൊക്കെയുള്ളൂ ഗൈസ് ഞങ്ങൾ എൻ്റെ വീട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.